പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ സേവ് ആപ്പിലൂടെ എങ്ങനെ റീചാർജ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സേവ് ആപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ റീചാർജ് എന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ടച്ച് ചെയ്യുന്നു. റീചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ കൊടുക്കുക. അവിടെ എൻ്റെ മൊബൈൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് കൊടുത്ത് നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം നമ്മൾ ഏതാണ് വി ഐ ആണോ എയർടെലാണോ, ഇത് എയർടെലാണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന പ്ലാൻ അവിടെ കാണും. അതിനുശേഷം പ്ലാൻ അടിച്ചതിന് ശേഷം സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പൈസ കട്ട് ചെയ്ത് നമ്മുടെ ഓപ്ഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഗൂഗിൾ പേ ആണോ UPI ID ആണോ എന്താണെന്നുള്ളത് അവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് UPI എന്നുള്ള ഭാഗം ടച്ച് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ടച്ച് ചെയ്യുക. അതിനുശേഷം പൈസ അയക്കുന്ന ഭാഗത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓൾറെഡി പേയ്ഡ് കൊടുക്കും. അപ്പോൾ ടോട്ടൽ നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് പാസ്വേഡ് അടിച്ച് ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ പാസ്വേഡ് അടിക്കുന്നതോടുകൂടി നമ്മുടെ റീചാർജ് അവിടെ സക്സസ് ആവും. അതിനുശേഷം നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ മെസ്സേജ് കിട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റീചാർജ് അവിടെ സക്സസ് ആയതിൻ്റെ മെസ്സേജ് വരും. അതിനോടുകൂടി നമ്മുടെ റീചാർജിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. പുതിയ അപ്ഡേഷൻ നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി മുതൽ ഇതിലൂടെ മാത്രം റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.